Hello everyone, welcome back to our channel Legal Nexus. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാരതീയ നിയമ സംഹിത എന്ന പുതിയ നിയമത്തിലെ പനിഷ്മെന്റ്സിനെ കുറിച്ചാണ്. പനിഷ്മെന്റ് എന്നത് സമൂഹത്തിൽ നിയമം നിലനിർത്താനും കുറ്റങ്ങൾ തടയാനുമുള്ള ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ നമുക്ക് നോക്കാം പുതിയ BNS അനുസരിച്ച് എന്തെല്ലാം തരത്തിലുള്ള ശിക്ഷകൾ ഉണ്ട്, അവ പ്രാധാന്യം എന്തൊക്കെയാണെന്ന്. Chapter 2 of Bharatiya Nyaya Sanhita 2023 states the provision based on punishment for different offences. Different offencesiനായിട്ടുള്ള പനിഷ്മെന്റിനെ കുറിച്ച് ചാപ്റ്റർ 2 ഓഫ് ഭാരതീയ സംഹിതയിലാണ് പറയുന്നത്. The BNS categorizes punishment into several distinct types, each designed to address different levels of offences. Death sentence, rigorous imprisonment, imprisonment for life, simple imprisonment, forfeiture of property, fine and community service. Death sentence. The capital punishment of death sentence is prescribed in the following causes. Murder, punishable by death or life imprisonment under 103. Gang murder, punishable by death or life imprisonment for each member of a group of 5 or more who commits murder on grounds of race, caste, community, sex, etc. under section 103. ഡെത്ത് സെന്റൻസ് സംഹിതയിൽ മെൻഷൻ ചെയ്ത ഡെത്ത് സെന്റൻസ് ഫോഴ്സ് പണിഷ്മെന്റ് ആണ്. ഇത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ നൽകാറുള്ളൂ. മർഡർ, പണിഷബിൾ ബൈ ഡെത്ത് ഓർ ലൈഫ് ഇംപ്രിസൺമെന്റ് അണ്ടർ സെക്ഷൻ 103. ഒരു വ്യക്തി മർഡർ കമ്മിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 103 പ്രകാരം പണിഷബിൾ ബൈ ഡെത്തോ ഓർ ലൈഫ് ഇംപ്രിസൺമെന്റോ ആയിരിക്കും സെന്റൻസ്. ഗാങ് മർഡർ, ഒരു ഗാങ് മർഡർ കമ്മിറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിന് അവർ 5 അതിലധികമോ ആയിരിക്കാം ഓൺ ദ ഗ്രൗണ്ട് റേസ്, കാസ്റ്റ്, കമ്മ്യൂണിറ്റി, സെക്സ് എക്സെട്ര അണ്ടർ 103 അവർക്ക് ഡെത്ത് പനിഷ്മെന്റ് നൽകാവുന്നതാണ്. മർഡർ ബൈ എ ലൈഫ് കൺവിക്ട്, എ പേഴ്സൺ ഓൾറെഡി സർവിംഗ് ലൈഫ് സെന്റൻസ് ഹു കമ്മിറ്റ്സ് മർഡർ ക്യാൻ ബി പണിഷ്ഡ് വിത്ത് ഡെത്ത് അണ്ടർ സെക്ഷൻ 104. സെക്ഷൻ 104 എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരു വ്യക്തി ഓൾറെഡി ലൈഫ് സെന്റൻസ് അനുഭവിച്ചുകൊണ്ടിരിക്കെ വേറൊരു മർഡർ കമ്മിറ്റ് ചെയ്യുന്ന പക്ഷം അദ്ദേഹത്തെ ഡെത്ത് സെന്റൻസ് കൊടുക്കാവുന്നതാണ്. ഗാങ് റേപ്പ് ഓഫ് എ വുമൺ അണ്ടർ 18 പണിഷബിൾ ബൈ ലൈഫ് ഇംപ്രിസൺമെന്റ് ഓർ ഡെത്ത് അണ്ടർ സെക്ഷൻ 5. സെക്ഷൻ 5 അനുസരിച്ച് ഗാങ് റേപ്പ് ഓഫ് വുമൺ അണ്ടർ 18, ഒരു 18 ഇയേഴ്സിന് അണ്ടറിലുള്ള ഒരു വുമനെ ഗാങ് റേപ്പ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പണിഷബിൾ ബൈ ലൈഫ് ഇംപ്രിസൺമെന്റോ അല്ലെങ്കിൽ ഡെത്ത് സെന്റൻസോ കൊടുക്കാവുന്നതാണ്. സംഹിതയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള അടുത്ത പനിഷ്മെന്റ് ആണ് ഇംപ്രിസൺമെന്റ്. ഇംപ്രിസൺമെന്റ് മെയിൻലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. റിഗറസ്, ദാറ്റ് ഇസ് വിച്ച് ഹാർഡ് ലേബർ, ആൻഡ് സിമ്പിൾ ഇംപ്രിസൺമെന്റ്. Rigorous imprisonment. In case of rigorous imprisonment, the offender is put to hard labor such as grinding corn, digging earth, drawing water, cutting firewood, etc. Rigorous imprisonment സെർവ് ചെയ്യുന്ന ഒരു വ്യക്തി ഓർ ഒഫൻഡർ അവർക്ക് കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള ലേബറാണ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഗ്രൈൻഡിങ് കോൺ, ഡിഗിങ് എർത്ത്, ഇതൊക്കെ. സിമ്പിൾ ഇംപ്രിസൺമെന്റ്. ഇൻ സിമ്പിൾ ഇംപ്രിസൺമെന്റ് ദ ഒഫൻഡർ ഇസ് കൺഫൈൻഡ് ഇൻ ജയിൽ ആൻഡ് ഹി ഈസ് നോട്ട് പുട്ട് ടു എനി കൈൻഡ് ഓഫ് ലേബർ. സിമ്പിൾ ഇംപ്രിസൺമെന്റിൽ ഒഫൻഡർക്ക് വെറും ജയിൽ ശിക്ഷ മാത്രമായിരിക്കും ഉണ്ടാവുക, മറ്റ് ലേബറൊന്നും ഉണ്ടാവുകയില്ല. The third punishment mentioned in the Sanhita is imprisonment for life. Life imprisonment means imprisonment for the remainder of a person's natural life, especially in specific serious cases like murder by a repeated offender, section 104, or repeated offender under certain section 71. 71 means punishment for repeat offenders. Forfeiture of property. The punishment of forfeiture of property. The convicted is imposed under 4 types of offences: committing depredation on territories of any power at peace with the government of India, waging war against any Asiatic powers in alliance with the government of India, receiving property taken by war or depredation as mentioned above, improper purchase by a public servant of property by which of his offense he is legally prohibited from purchasing. ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി ഓർ സ്വത്ത് പിടിച്ചെടുക്കൽ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു വ്യക്തിയുടെ സ്വത്ത് പിടിച്ചെടുക്കാവുന്നതാണ്. മെയിൻലി ഇത് 4 തരത്തിൽ ഡിവൈഡ് ചെയ്യാവുന്നതാണ്.
ഇന്ത്യൻ ഗവൺമെന്റുമായി സമാധാനത്തിലുള്ള ഒരു രാജ്യത്തിന്റെ പ്രദേശത്ത് ആക്രമണം നടത്തുമ്പോൾ, ഇന്ത്യൻ ഗവൺമെന്റിന്റെ സഖ്യത്തിലൂടെ ഏഷ്യൻ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ, യുദ്ധത്തിലൂടെ അല്ലെങ്കിൽ ആക്രമണത്തിലൂടെ ലഭിച്ച സ്വത്ത് സ്വീകരിക്കുന്നത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്റെ ഔദ്യോഗിക സ്ഥാനത്തിന്റെ അധികാരം ഉപയോഗിച്ച് വാങ്ങാൻ പാടില്ലാത്ത സ്വത്ത് അനധികൃതമായി വാങ്ങുന്ന സാഹചര്യത്തിൽ തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി നടപ്പിലാക്കാവുന്നതാണ്. ഫൈൻ. ചില സാഹചര്യങ്ങളിൽ ഫൈൻ മാത്രമായിരിക്കും പനിഷ്മെന്റായി നൽകുന്നത്. നെഗ്ലിജന്റ്ലി allowing a deserter to conceal himself in a vessel by person in charge of the vessel, owner or occupier of land on which riot is committed, not using means to prevent it or not giving notice thereof to the police, and similar failure on the part of the person for whose benefit such riot is committed, or on the part of the manager or agent of such person. Bribery by threatening a person with drinks, food, etc. Failure to keep accounts, making illegal payments or false statements in connection with an election. Public nuisance not otherwise punishable. Voluntary vitiating the atmosphere so as to render it noxious to the public health. Obstruction in public way or line of navigation. Community service. Community service is a form of punishment that requires offenders to perform unpaid works for the benefit of the community as part of their sentence. Community service as a form of punishment has been introduced for the first time under the Bharatiya Nyaya Sanhita. This represents a shift towards restorative justice, emphasizing rehabilitation and reintegration of offenders into society rather than purely punitive measures. Offenders involved in minor offense can avoid traditional punishment by performing community service. കമ്മ്യൂണിറ്റി സർവീസ്. മെയിൻലി കമ്മ്യൂണിറ്റി സർവീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറ്റം ചെയ്ത വ്യക്തിയെ തടവിലാക്കാതെ സമൂഹത്തിന് ഗുണകരമായ സേവനങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഒരു പനിഷ്മെന്റ് രീതിയാണ്. IPCയിൽ ഈ ശിക്ഷാ നിയമം ഉണ്ടായിരുന്നില്ല. BNSൽ പുതുതായി ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊവിഷനാണ് ഇത്. Eligibility for community service. Minor offences. Community services typically reserved for minor offences, non-violent crimes, and first-time offenders. This ensures that the punishment is proportionate to the crime. Judicial discretion. Judges have the discretion to impose community services based on the nature of the offense, the circumstance of the case, and the background of the offender. മെയിൻലി മൈനർ ഒഫൻസസ് കമ്മിറ്റ് ചെയ്ത ഒഫൻഡേഴ്സിനാണ് കമ്മ്യൂണിറ്റി സർവീസ് പനിഷ്മെന്റായി കൊടുക്കുന്നത്. ജഡ്ജസിനും അവരുടെ ഡിസ്ക്രിപ്ഷൻ പ്രകാരം ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി സർവീസസ് നൽകാവുന്നതാണ്. So friends, this is all about the types and purpose of punishment under Bharatiya Nyaya Sanhita. Punishment is not just about giving pain, but about reforming the offender and protecting society. If you found this video helpful, don't forget to like, share and subscribe for more legal insights.